ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇവിടുന്ന് കിട്ടുന്നതെല്ലാം രണ്ടായിട്ട് വീതിക്കണം. ശരി, അകത്ത് സ്വർണ്ണമുണ്ടെന്ന് നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഉറപ്പായും ഉണ്ട്. എന്നെ ദയവ് ചെയ്ത് നീ ഒന്ന് വിശ്വസിക്കും. അയ്യോ, ഓടിക്കോ പ്രേതം! അയ്യോ പ്രേതം! അവരെ കൊന്ന് പുറകിലത്തെ മരത്തിൽ തൂക്കിയിടും. ആ പ്രേതഭവനത്തിൽ ഒരുപാട് സ്വർണമുണ്ടെന്ന് മോഹിച്ചു പോകുന്ന ആൾക്കാർ പ്രേതഭവനത്തിലെ പ്രേതങ്ങൾ അവരെ കൊന്ന് തൂക്കിയിടും മരത്തിൽ. ഈ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഇതൊരു പുതുമയല്ല. അകത്ത് പ്രവേശിക്കുന്ന ആപത്താണെന്ന് ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെക്കണം. ഇല്ലെങ്കിൽ ഇനിയും സ്വർണം എടുക്കാൻ ആൾക്കാർ കയറും, അവരുടെ മരണവും സംഭവിക്കും. ഈ ബംഗ്ലാവ് നശിപ്പിച്ചാൽ പ്രേതം വേറെ എവിടേക്കെങ്കിലും പോകില്ലേ? ഞാനത് നേരത്തെ ചെയ്യാൻ നോക്കിയതാ, പക്ഷേ ഭിത്തിയിൽ പണിക്കാർ ചുറ്റുകൊണ്ട് തൊട്ട ഉടനെ രക്തം ഛർദ്ദിച്ച് മരിക്കുക. ഇനി എങ്ങാനും നമ്മൾ ഈ ബംഗ്ലാവ് നശിപ്പിച്ചാൽ പ്രേതം ഈ ഗ്രാമത്തിൽ അലിഞ്ഞു തിരിഞ്ഞു നടക്കും. ഒരു മന്ത്രവാദിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ് അവർ മരത്തീന്ന് ശവത്തിനെ ഇറക്കി ശ്മശാനത്തിൽ കുഴിച്ചിട്ട് അവര് പോയി. നമ്മുടെ ഗ്രാമത്തിലവന്റെ അച്ഛൻ പണം പലിശയ്ക്ക് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് അദ്ദേഹം ആളുകളുടെ സ്വർണവും ഭൂമിയും എല്ലാം കൈക്കലാക്കും. അതിലൊന്നായി ബംഗ്ലാവ്. അതെ, അതാരും അറിയാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു നടക്കുന്നേ. ഇരുട്ടായി. ഗ്രാമം ശാന്തതയിലായിരുന്നു. ആ പ്രേതഭവനത്തിൽ നിന്നും വവ്വാലുകൾ പറക്കുമായിരുന്നു. ഒരു യാത്രക്കാരൻ നടന്നു നടന്ന് തളർന്ന് വിശ്രമിക്കാനായി ഭവനത്തിലോട്ട് പോകുന്നു. ബോർഡിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നു. അറിയിപ്പ്: ഇത് പിശാശിന്റെ ബംഗ്ലാവാണ്. ഇവിടെ കയറുന്നവർക്ക് ആപത്ത്. അവര് പിശാശിന്റെ കൈകൊണ്ട് മരിക്കും. ഈ കാലഘട്ടത്തിലും പിശാശോ? എന്തൊരു മണ്ടത്തരമായതാ! ഇതാലോചിച്ച് അവൻ അകത്തോട്ട് കയറി. ഭവനത്തിന്റെ മുമ്പിൽ ഉറങ്ങി. പാതിരാത്രി ആയപ്പോഴേക്കും ഭവനത്തിന്റെ അകത്തുനിന്ന് എന്തൊക്കെയോ കേട്ട് അവൻ അകത്തോട്ട് കയറിപ്പോയി. കുറച്ചേരം കഴിഞ്ഞപ്പോ അവൻ പേടിച്ച് നിലവിളിച്ച് പുറത്തോട്ട് വന്നു. എന്നാൽ അങ്ങനെയാണ് ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെ റായ്ദുർഗ് എന്ന് പറയുന്ന ഗ്രാമം. സിദ്ധു എന്ന് പറയുന്ന ഒരു ചെറുക്കൻ മരത്തിലുള്ള പാവകളെ ഉണ്ടാക്കി ഗ്രാമത്തിലെ വഴികളിൽ വിറ്റ് ജീവൻ ജീവിക്കുമായിരുന്നു. സിദ്ധു ഒരു അനാഥനായിരുന്നു. അവൻ ചെറുപ്പത്തിൽ തൊട്ട് അവന്റെ അമ്മായിയുടെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മായി മരിച്ചതിന് ശേഷം തടി കൊണ്ട് പാവകളെ ഉണ്ടാക്കി ജീവിക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഇന്ദു എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവളും ആ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. പരിചയം പ്രണയത്തിലോട്ടായി. ഇന്ദു, നീ വലിയൊരു വീട്ടിലെ കുട്ടിയാണ്. ഞാനാണെങ്കിൽ ഒരു അനാഥനും. നമ്മുടെ കല്യാണം നിന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. നീ എന്നെ മറക്കണം. എന്തു തന്നെ സംഭവിച്ചാലും, ആര് സമ്മതിച്ചാലും ഇല്ലേലും ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും സിദ്ധു, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. അവര് സംസാരിക്കുന്നത് ഇന്ദുവിന്റെ വീട്ടിലെ വേലക്കാരൻ കാണുകയും ചെയ്യും. എന്നിട്ട് വീട്ടിൽ ചെന്ന് മുതലാളി രംഗനാഥനോട് കാര്യം പറയും. ഇന്ദു വീട്ടിൽ വന്നു കഴിഞ്ഞ് രംഗനാഥ് അവളെ നല്ല രീതിയിൽ വഴക്ക് പറയും. പക്ഷെ അവൾ ഭയങ്കര വാശിക്കാരിയാണ്. അച്ഛാ, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ സിദ്ധുവിനെ മാത്രമേ കഴിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. കാര്യം പറഞ്ഞ് അവൾ അങ്ങ് പോയി. ഈശ്വര, ഉറപ്പായും ഇവള് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. ഞാൻ അവളുടെ കല്യാണം അവനുമായിട്ട് നടത്തിയാൽ എന്റെ സൽപ്പേര് ഇല്ലാതാകും. സിദ്ധുവിനെ എങ്ങനെയും മകളിൽ നിന്ന് ദൂരെയാക്കാൻ ഒരടവിറക്കി സിദ്ധുവിനെ വീട്ടിൽ വിളിപ്പിക്കും. നോക്ക് സിദ്ധു, നിനക്ക് വീടുമില്ല, കൃഷിസ്ഥലവുമില്ല, സമ്പത്തുമില്ല. ഇവിടെ നിനക്ക് ബന്ധുക്കൾ പോലുമില്ല. നീ അനാഥനാണ്. 1 വർഷത്തിന് ശേഷം നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. പക്ഷെ നീ വീടും പണവും ഉണ്ടാക്കണം. അങ്ങനെയെങ്കിൽ വിവാഹം നടത്തിത്തരാം. അതുവരെ ഇവളെ കാണരുത്. ശരി അങ്ങൊന്ന്, അങ്ങ് പറഞ്ഞ പോലെ 1 വർഷത്തിനുള്ളിൽ ഞാൻ കാശുണ്ടാക്കും. എന്നിട്ട് അങ്ങയുടെ മുൻപിൽ വരും. അതുവരെ ഇന്ദുവിനെ കാണില്ല. ഇതെന്റെ വാക്കാ. ഇങ്ങനെ പറഞ്ഞ് സിദ്ധു അടന്ന് പോവാൻ പോയി. പുറകിൽ നിന്ന് ഇന്ദു വന്ന് സുരക്ഷിതമായി പോയി ധനവാനായി വരൂ അങ്ങനെ പറഞ്ഞ് സ്നേഹത്തിന്റെ അടയാളമാക്കി കയ്യിലുണ്ടായിരുന്ന മോതിരം അവന്റെ കയ്യിൽ അണിയിക്കും. സിദ്ധു കഴുത്തിലെ മാല ഊരി ഇന്ദുവിന്റെ കഴുത്തിൽ അണിയിച്ചു പോയി. ദിവസങ്ങൾ പോയി. 10 മാസം കഴിഞ്ഞു. സിദ്ധുവിന്റെ വിവരമുണ്ടായില്ല. ഒരു ദിവസം രംഗനാഥ് വന്ന്
മോളെ ഇന്ദു, ഞാൻ നിന്റെ മുറച്ചെറുക്കനുമായിട്ട് നിന്റെ വിവാഹം ഉറപ്പിച്ചു. നിനക്ക് സാരിയോ വല്ലതും വേണമെങ്കിൽ പോയി വാങ്ങിക്ക്. ഇതെന്താണ് അച്ഛാ? അച്ഛൻ അറിയാലോ ഞാൻ സിദ്ധുവിനെയാണ് സ്നേഹിക്കുന്നതെന്ന്. സിദ്ധു എന്തായാലും ഉടനെ തന്നെ വരും. നിർത്ത്. 10 മാസമായി അവൻ പോയിട്ട്. അവൻ എവിടാ ഉള്ളതെന്ന് പോലും അറിയില്ല. അവൻ വരില്ല. നീ മര്യാദയ്ക്ക് മുറച്ചെറുക്കനെ കല്യാണം കഴിക്ക. ഞാനത് തീരുമാനിച്ചു. നീ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. പെട്ടെന്ന് അച്ഛൻ്റെ ഈ ഒരു മനമാറ്റം കാരണം ഇന്ദുവിന് മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പാതിരാത്രി സമയം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പുറകിലത്തെ മതിൽ ചാടി സിദ്ധുവിനെ അന്വേഷിച്ചവൾ പോയി. പത്ത് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം അവൾ ജവൽപൂരെത്തി. ഗ്രാമത്തിലെ വലിയൊരു മരത്തിൻ്റെ അടിയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അവരുടെ വീട്ടിലെ വേലക്കാരൻ ആ വഴി കൂടെ സഞ്ചരിച്ചു പോകുന്ന സമയത്ത്, യജമാനത്തി, അങ്ങെന്താ ഇവിടെ ഇരിക്കുന്നേ? വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇന്ദു സംഭവിച്ചതെല്ലാം വേലക്കാരനോട് പറഞ്ഞു. ആ സമയത്ത് നീ കാരണമാണ് ഞങ്ങളുടെ സ്നേഹത്തിനെ കുറിച്ച് അച്ഛൻ അറിഞ്ഞത്. ശരിക്കും ഇനി വീണ്ടും പോയിട്ടെ ഞങ്ങളുടെ സ്നേഹത്തിനെ മുറിക്കാൻ നിൽക്കല്ല്. ഞാൻ സിദ്ധുവിനെ അന്വേഷിച്ച് ഇവിടെ ഇറങ്ങിയതാ. ഞാൻ അവനെ കല്യാണം കഴിക്കൂ. യജമാനത്തി, സിദ്ധു രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അങ്ങയുടെ അച്ഛൻ പറഞ്ഞ വാക്ക് കേട്ട. സിദ്ധു പണമുണ്ടാക്കാൻ വേണ്ടി പോയെങ്കിലും അങ്ങയുടെ അച്ഛൻ അവന്റെ പുറകെ അവനെ കൊല്ലാനായി ഗുണ്ടുകളെ അയച്ചു. അവർ ഉറപ്പായും അവനെ കൊന്നിട്ടുണ്ടാകും. നമുക്ക് പോകാം. അങ്ങയുടെ അച്ഛൻ പറഞ്ഞു തരുന്ന ആളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്ക്. എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ വിശ്വാസമില്ല. എന്റെ സിദ്ധു ജീവനോടെ തന്നെയുണ്ട്. എന്നെ അന്വേഷിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ തന്നെ പറഞ്ഞു വിട്ടതായിരിക്കും. യജമാനത്തി, 20 ദിവസം മുമ്പേ ഞാൻ പട്ടണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ഞാൻ വരുന്ന വഴിക്ക് അങ്ങയെ കണ്ടു. അതുകൊണ്ട് മാത്രം നിർത്തിയതാ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങയോട് പറഞ്ഞു. ഇനി അങ്ങയുടെ ഇഷ്ടം. ഇത് പറഞ്ഞ് വേലക്കാരൻ അവിടെ നിന്ന് പോയി. അയാള് പറഞ്ഞത് സത്യമാണോ ഇല്ലയോ ആലോചിച്ച് അവൾ അവിടെ തന്നെ ബോധം കെട്ടു വീണു. ബോധം വന്നപ്പോൾ കണ്ടത് കൂരിരുട്ടായിരുന്നു. ഇത്രയും സമയമായിട്ടും സിദ്ധുവിനെ കുറിച്ച് വിവരമൊന്നുമില്ലല്ലോ. അതിന്റെ അർത്ഥം ആ വേലക്കാരൻ പറഞ്ഞത് ശരിയാണോ? ഇനി ഞാൻ ജീവനോടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ ആലോചിച്ച് ഗ്രാമത്തിലെ ഒരു കിണറിൽ ചാടി മരിക്കാനായി കിണറിൽ കയറും. രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ആ നിലവിളികൾ കേട്ട് അടുത്തുണ്ടായിരുന്ന കയർ അതിൻ്റെ അകത്തിട്ട് അതിനെ മുകളിലോട്ട് വലിച്ചു. കിണറിൽ നിന്നും ഒരാൾ പുറത്തോട്ട് വന്ന്, ഓ, രക്ഷപ്പെട്ടു. ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി ഇരുട്ടായോണ്ട് കിണറിൽ വീണു. 3 ദിവസമായി ഇവിടെ കിടന്ന് നിലവിളിക്കുന്നു. പക്ഷെ ആരും കേട്ടില്ല. നിങ്ങൾ ഈശ്വരന്റെ രൂപത്തിൽ എന്നെ രക്ഷിച്ചു. എന്റെ പേര് അബൂന്ന. ആരാ നിങ്ങൾ? അബുവിനോട് എല്ലാം നടന്നത് പറഞ്ഞു. സിദ്ധു ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കിണറിൽ ചാടി മരിക്കാമെന്ന് കരുതിയപ്പോ നിന്റെ നിലവിളി കേട്ടു. ഓ, സിദ്ധു. അയാളുടെ കാതിലൊരു കടുക്കനും മുഖത്തൊരു മറുകുമുള്ള ആളല്ലേ? അതാണോ? അതെ, അത് തന്നെ. നീ കണ്ടിരുന്നോ സിദ്ധുവിനെ? എന്റെ കയ്യിലുള്ള പണം അനുസരിച്ച് ഞാൻ ഓരോ ഗ്രാമങ്ങളിലേക്കും പോകുന്നു. അങ്ങനെ ഞാൻ 3 മാസം മുമ്പ് കിഷൻജിയിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് അയാളെ ഞാൻ പരിചയപ്പെട്ടത്. അയാൾ പറഞ്ഞു അയാൾ കൈലാസ്പൂരിലേക്ക് പോവുകയാണെന്ന്. അബു ചേട്ടാ, ആ വഴിയിലോട്ട് എങ്ങനെയാ പോകണ്ടേ? എനിക്കറിയില്ല, നമുക്ക് ഒരുമിച്ച് പോകാം. എനിക്കും പോകേണ്ടതുണ്ട്. 3 ദിവസമായി കഴിച്ചിട്ട്. ഇതുവരെ വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്തി. നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് വിശ്രമിച്ചിട്ട് പോകാം നമുക്ക്. എന്ത് കഴിക്കും? ഈ ഗ്രാമം കാട് പോലെയാണ്. ഇരുട്ടായി കഴിഞ്ഞാ ഒരു വിജനത പോലെയാണ്. വിഷമിക്കണ്ട. ഞാൻ കിണറ്റിൽ വീണ് കിടന്നപ്പോൾ മീനുകൾ എൻ്റെ കീശയിൽ കയറി. നമുക്കിതിനെ കഴിക്കാം. അവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ തന്നെ പുറപ്പെടാം. രണ്ടുപേരും മുന്നറിയിപ്പിന്റെ ബോർഡ് നോക്കാതെ അകത്ത് ചെന്ന് മുറ്റത്ത് തീ കത്തിച്ച് മീൻ പൊള്ളിക്കാൻ തുടങ്ങി. എന്റെ സിദ്ധു ജീവനോടെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് ജീവിക്കാനുള്ള ഒരു ആഗ്രഹമായി. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ദൂരെ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കും. വേറെ എങ്ങോട്ടും പോകണ്ട പെങ്ങളെ. ഞാനിവിടെ ഇല്ലേ? എൻ്റെ ഗ്രാമത്തിലേക്ക് പോര്. നിങ്ങൾ രണ്ടും അവിടെ സുരക്ഷിതരാണ്. എൻ്റെ ജീവൻ രക്ഷിച്ച ദേവിയാ നീ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരവിടെ തന്നെ ഉറങ്ങി. ഭയങ്കര ഇരുട്ടായിരുന്നു. പ്രേതഭവനത്തിന്റെ വാതിലുകൾ തന്നെ തന്നെ തുറന്നു. രണ്ടുപേർക്കും നിങ്ങൾ ആരാണ്? എന്തിനാ എന്റെ വീട്ടിൽ വന്നത്? നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ? മരിക്കണോ? ഈശ്വര, പ്രേതം, ഈശ്വര! മിണ്ടരുത്. ബഹളമുണ്ടാക്കിയാൽ കൊന്നുകളയും. നിങ്ങളോട് 3 ചോദ്യം ചോദിക്കും. അതിനുത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 100 കിലോ സ്വർണം ഞാൻ തരും. ഇല്ലെങ്കിൽ കൊന്നുകളയും. എനിക്ക് സ്വർണ്ണം ഒന്നും വേണ്ട. എന്നെ ഒന്നും ചെയ്യരുത്. വെറുതെ വിടണം. ഇല്ല, നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ.
10 കിലോ പരുത്തിക്കാണോ ഭാരം കൂടുതൽ, 10 കിലോ ഇഷ്ടികയ്ക്കാണോ? ഭാരം കൂടുതൽ ഉറപ്പായും ഇഷ്ടികയ്ക്കല്ലേ വരുന്നേ? തെറ്റ്. രണ്ടും ഒരേപോലെയാ. 10 കിലോ പഞ്ഞിയുടെ ഭാരം എത്രയാണോ 10 കിലോ ഇഷ്ടികയുടെ ഭാരവും അത്ര തന്നെയായിരിക്കും. ശരിയായ ഉത്തരം മരണശേഷം പുനർജന്മത്തിന് എന്താണ് പറയുന്നത്? പ്രേതം എന്നല്ലേ? തെറ്റ്. ലോകം എന്ന് പറയാം. ശരിയായ ഉത്തരം എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ലഭിക്കുന്നത് എന്താണ്? മാതാപിതാക്കൾ. അല്ല, മരണം. അതിന്റെ അർത്ഥം മൃത്യുവിന്റെ ദേവി. വളരെ നല്ലത്. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം നിനക്കറിയാമെന്നതിനർത്ഥം എന്റെ മകൻ സിദ്ധാർത്ഥ് നാഥിനെ നിനക്കറിയാമെന്നാണ്. സിദ്ധാർത്ഥ് നാഥ്? അത് സിദ്ധു അല്ലേ? എന്റെ അടുത്ത് ഈ കടങ്കഥകൾ സിദ്ധു ചോദിക്കുമായിരുന്നു. നടന്നതെല്ലാം അവിടെ പറഞ്ഞ്, ഇത് കണ്ടില്ലേ, പോകുന്ന സമയത്ത് സിദ്ധു അവന്റെ കഴുത്തിൽ കിടന്ന ക്രിസ്റ്റൽ മാല എനിക്ക് എണീച്ചു. അവൾ ആ മാല ഊരി കാണിച്ചു. ആ മാല കണ്ടതോടെ 2 പ്രേതങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അയ്യോ, നീ എന്താണ് മകനെ കാണിച്ചത്? നീ കഴുത്തിൽ നിന്നും ഈ മാല എടുത്തത് അബദ്ധമായി പോയി. ഇതിന്റെ അർത്ഥം എന്റെ കുഞ്ഞുമോൻ അപകടത്തിലാണ്. അവനെ ആരെ കൊല്ലാൻ പോണു. രക്ഷപ്പെടുത്ത്, അവനെ രക്ഷപ്പെടുത്ത്. ആ മാല അവന്റെ കഴുത്തിലേക്ക് ഇടുന്നത് വരെ അവന്റെ ജീവൻ അപകടത്തിൽ തന്നെയാണ്. സിദ്ധു കൈലാസ്പൂരിലേക്ക് പോയി. ഞങ്ങളും അങ്ങോട്ട് പോവുക. നിങ്ങൾ ഉടൻ തന്നെ അവന്റെ അടുത്തേക്ക് പോയി ഈ മാല അവന്റെ കഴുത്തിലിടണം. മോളെ എന്തു, അവൻ ആ മാല ഒരു നിന്റെ തന്നിട്ട് പോയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് തന്നെയാണ് കാര്യം. ഈ സ്വർണത്തിന്റെ ലോക്കറ്റ് പിടിക്കൂ, ഇത് കയ്യിലിരിക്കട്ടെ. പെട്ടെന്ന് സിദ്ധുവിന്റെ അടുത്തേക്ക് പോകൂ, എന്നിട്ട് ആ മാല അവനെ അണിയിക്കൂ, പെട്ടെന്ന്. ഇന്ദു ഒറ്റയ്ക്ക് പ്രേതഭവനത്തിലായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ തന്നെ അബ്ബു ഗ്രാമത്തിൽ പോയി ഒരു കുതിരവണ്ടി വാങ്ങിച്ച് യാത്ര ചെയ്ത് കൈലാസ്പൂരെത്തി. പക്ഷെ ആ ഗ്രാമത്തിൽ സിദ്ധുവിനെ കാണാനില്ലായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷെ സിദ്ധുവിനെ കണ്ടെത്തിയില്ല. അവനൊരു എത്തും പിടിയിലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അവൻ ആലോചിക്കുകയായിരുന്നു. എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ ആലോചിച്ചവൻ കുതിരവണ്ടി തിരിച്ച് വേഗത്തിൽ മൗയിലോട്ട് പോയി. എന്നിട്ട് മന്ത്രവാദിനി കാക്കിയുടെ അടുത്ത് പോയി വാതിൽ കൊട്ടി. നടന്നതെല്ലാം മന്ത്രവാദിനി കാക്കിയോട് പറഞ്ഞ്, മുത്തശ്ശി, എങ്ങനെയെങ്കിലും സിദ്ധുവിനെ രക്ഷിക്കണം. ഇന്ദുവായിട്ടുള്ള കല്യാണം നടത്തണം. ശരി, ഞാൻ രക്ഷപ്പെടുത്താം. പക്ഷേ കല്യാണം എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റില്ല. അതെന്താ മുത്തശ്ശി? കാരണം എനിക്ക് കല്യാണത്തിന്റെ മന്ത്രങ്ങൾ അറിയില്ല. ശരി, ബാ, ജബൽപൂര് നമുക്ക് പോകാം. മന്ത്രവാദിനി കാക്കിനെ കുതിരവണ്ടിയിലിരുത്തി വേഗത്തിൽ ഓടിച്ച് പ്രേതഭവനത്തിലെത്തിയപ്പോ ഇന്ദു ഇരുന്ന് കരയുന്നു. എന്റെ സിദ്ധു എവിടെയാണ്? നീ അവന്റെ കഴുത്തിൽ ക്രിസ്റ്റലിന്റെ മാല ഇട്ടോ? ഇല്ല പെങ്ങളെ, സിദ്ധുവിനെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് മന്ത്രവാദി മുത്തശ്ശിയെ വിളിച്ചോണ്ട് വന്നു. നീ പേടിക്കണ്ട, ഞാൻ വന്നില്ലേ ഇവിടെ. അബ്ബു, എനിക്ക് ആ ക്രിസ്റ്റലിന്റെ മാല ഇങ്ങ് തരൂ. ആ മാലയെ മാന്ത്രകവടിയിലിട്ടിട്ട് കണ്ണുമടച്ച് പ്രാർത്ഥിച്ചു. ഗബ്രജാമം ഗബ്രജമാഞ്ചു ഗബ്രജാമം ഗബ്രജമാഞ്ചു. മന്ത്രം വായിച്ചപ്പോഴേക്കും സിദ്ധു ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവൻ അപകടത്തിലാണ്. നാളെ വിശേഷ അമാവാസ്യ ദിവസമാണ്. അമാവാസ്യ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവനെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. ശരിക്കും എന്റെ സിദ്ധുവിന് എന്താ സംഭവിച്ചത്? സിദ്ധു എവിടെയാ? അതറിയുന്നതിന് മുൻപ് കമലാനന്ദ് എന്ന് പറയുന്ന വ്യക്തി കപാലിക്കിലേക്ക് എങ്ങനെയാണ് മാറിയതെന്ന് അറിയണം. എന്നെ കണ്ട് ഒളിഞ്ഞിരിക്കുന്ന ആത്മാക്കൾ പുറത്തോട്ട് വരൂ. ഇങ്ങനെ പറഞ്ഞപ്പോ 2 ആത്മാക്കളും പുറത്തോട്ട് വന്നു. എന്നിട്ടെല്ലാം പറഞ്ഞു. ഞാൻ 3 വർഷം മുമ്പ് ഈ ഗ്രാമത്തിലെ ധനികനായിരുന്നു. എനിക്കൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. നാട്ടിലുള്ള എല്ലാവരും എന്നെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. എൻ്റെ മകൻ കമലാനന്ദിൻ്റെ വിവാഹം മയൂരിയുമായി നടന്നു. 5 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് മക്കളൊന്നുമില്ലായിരുന്നു. കമലാനന്ദിനോട് ആരോ പറഞ്ഞനുസരിച്ച് ബിനമ്പി മലയിലുള്ള ഒരു മന്ത്രവാദിയെ പോയി അവൻ കണ്ടു. ആ മന്ത്രവാദി അവനോട് പറഞ്ഞതനുസരിച്ച് ഒരു പൂച്ചയെ വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് ആ വെള്ളം മരത്തിന്റെ ചുവട്ടിലേക്ക് ഒഴിക്കുക. ആ മരത്തിലുണ്ടാകുന്ന ഫലം പറിച്ചെടുത്തിട്ട് ആ ഫലങ്ങൾ ശുദ്രദേവതയ്ക്ക് മുമ്പിൽ പൂജ ചെയ്തിട്ട് അത് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. ആരൊക്കെ അത് കഴിക്കുന്നോ അവരെല്ലാവരും മരിച്ചു പോകും. അങ്ങനെ കഴിക്കുന്നവരെല്ലാവരും ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ മരുമകൾക്ക് കുഞ്ഞ് ജനിച്ചു. എൻ്റെ മകനാകട്ടെ ആ മന്ത്രവാദിയുടെ ഭക്തനായി. അയാൾക്ക് സേവ ചെയ്യാൻ തുടങ്ങി. അയാളുടെ അടുത്തു നിന്ന് മന്ത്രതന്ത്ര വിദ്യകൾ പഠിച്ചെടുത്തു.
ഇത് മനസ്സിലാക്കി ഞാൻ അവനെ ഉപദേശിച്ചു. പക്ഷെ അവൻ എൻ്റെ വാക്കുകൾ കേട്ടില്ല. എപ്പോഴൊക്കെ അവന് പണത്തിന്റെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അവൻ വീട്ടിൽ വന്ന ആവശ്യമുള്ള പണം എടുത്തുകൊണ്ട് പോകും. അവൻ എന്നോട് പറയാതെ എല്ലാ കൃഷി സ്ഥലങ്ങളും വിറ്റു. നീ ഇങ്ങനെ നിന്റെ സമ്പത്തെല്ലാം വിറ്റു തെളിച്ചാൽ ഭാവിയിൽ നിന്റെ മകന് വേണ്ടി നിനക്കൊന്നും കരുതി വെക്കാൻ കഴിയില്ല. എന്ത് കുട്ടി, എന്ത് സ്വത്ത്, എന്തിനാണ് ഇതൊക്കെ എന്നോട് പറയുന്നത്? റൊമാലിയുടെ ഒരു പ്രതിമ എനിക്കുണ്ടാക്കണം. അതിനായിട്ട് കുറെ പണത്തിന്റെ ആവശ്യമുണ്ട്. ആ വാക്കുകൾ കേട്ട് ഞാൻ പേടിച്ചുപോയി. അവന്റെ ഈ ഒരു സ്വഭാവം കാരണം ഉണ്ടായിരുന്ന കൃഷിഭൂമി എല്ലാം വിറ്റ് അതുകൊണ്ട് പൈസ കിട്ടി ആ സ്വർണം മുഴുവൻ ഞങ്ങൾ ഭിത്തിയിൽ ഒളിപ്പിച്ചു വെച്ചു. അവിടെ ആ ഗുഹയിൽ ഭുക്താസുറിന്റെ കൂടെ കൂടി സ്വർണം ഉരുക്കി റൊമാലിയുടെ മൂർത്തിക്ക് വേണ്ടി പാദങ്ങൾ, കൈകൾ, കണ്ണുകൾ, അങ്ങനെ ഓരോ അവയവങ്ങൾ പ്രത്യേക അമാവാസ്യ ദിവസത്തിൽ ഉണ്ടാക്കി രണ്ടുപേരും കൂടെ അതിന് ജീവൻ നൽകുകയായിരുന്നു. അവസാനം റൊമാലിയുടെ സ്വർണമൂർത്തിയിൽ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾക്ക് ഒരുപാട് സ്വർണം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവൻ ഞങ്ങളോടൊന്നും പറയാതെ ഞങ്ങളുടെ വീട് ഗ്രാമപ്രധാന് പണയം വെച്ച് ആ ഗുഹയിലോട്ട് പോയി. അവിടെ റൊമാലിയുടെ മൂർത്തി പൂർത്തിയായി. ആ മൂർത്തിയിൽ നല്ല ശക്തി വരാൻ വേണ്ടി നർബലിയുടെ ആവശ്യമുണ്ടായിരുന്നു. നർബലിക്ക് വേണ്ടി സ്വന്തം ഭാര്യയുടെ അച്ഛനും അമ്മയും ആവശ്യമുണ്ടായിരുന്നു. ഈ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരു ദിവസം അവൻ വീട്ടിൽ വന്ന് പറഞ്ഞു അവനങ്ങ് മാറിക്കഴിഞ്ഞു എന്ന്. ഇനി മുതൽ നല്ല ജീവിതം ജീവിക്കാമെന്ന് നാടകം കളിച്ച് ഞങ്ങളുടെ മരുമകളെ അമ്പലത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞ് റൊമാലിക്ക് ബലി കൊടുത്തു. ഇതൊന്നും അറിയാതെ ഞങ്ങൾ പാതിരാത്രി ആയിട്ടും മരുമോൾ എന്താ വരാത്തെ? മരുമോള് വരാൻ വേണ്ടി കാത്തിരുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരു സാധു വന്ന്, അമ്മേ, നോം ഹിമാലയത്തിൽ നിന്ന് വരുന്നു. രാത്രിയിൽ ചന്ദ്രയാഗം ചെയ്യുന്നതിന് പശുവിന്റെ പാൽ അഗ്നിയിൽ അഭിഷേകം ചെയ്യേണ്ടതുണ്ട്. എനിക്ക് പശുവിന്റെ പാൽ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അഗ്നിഹോമം ചെയ്യാൻ സാധിക്കും. ആ സാധുവിന് മുറ്റത്ത് ഹോമം ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ പശുവിന്റെ പാലും കൊടുത്തു. പക്ഷെ 8 പ്രാവശ്യം ഹോമം തന്നെത്താനെ അണഞ്ഞുപോയി. സാധു ഞങ്ങളുടെ വീടിന്റെ എതിരെ നോക്കി, ചന്ദ്ര, ചക്രചന്ദ്ര, വിലയ, പ്രളയ, മഹതി, മയാമഹതി, ആഹുതി, ആഹുതി. ഉച്ചത്തിൽ മന്ത്രം വായിച്ചിട്ട് ടെറസിൽ പിടിച്ചിരുന്ന ആ ആത്മാവ് ഹോമത്തിന്റെ അവിടെ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അത് വേറെ ആരുമല്ല, ഞങ്ങളുടെ മരുമോൾ മയൂരിയായിരുന്നു. അവൾ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ മകൻ ഗുഹയിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. അമ്മയമ്മ, അമ്മയച്ച, കമലാനന്ദ് റുമാലിയുടെ അടിമയായി കഴിഞ്ഞു. ഇപ്പോ കപ്പാലി ആയി കഴിഞ്ഞു. അവൻ സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാരെ ഉറപ്പായിട്ടും കൊല്ലും. എന്നെ ബലി കൊടുത്തു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളെയും ബലി കൊടുക്കും. 18 വർഷം പൂർത്തിയായി കഴിയുമ്പോ സ്വന്തം മകനെ റുമാലിക്ക് ബലി കൊടുക്കുമ്പോ അവന് ആയുസ് നീട്ടി കിട്ടും. അവന്റെ യൗവനം താന്ത്രികന്റെ രൂപത്തിൽ വരദാനം കിട്ടും. അത് ആൾക്കാർക്ക് അപകടമാണ്. സ്വന്തം ആയുസ് കൂട്ടാൻ വേണ്ടി നർബലി കൊടുത്തോണ്ടിരിക്കണം. അവനെ നിർത്തിയേ പറ്റൂ. എന്റെ മകനെ എങ്ങനെയും രക്ഷപ്പെടുത്തൂ. നിങ്ങൾ എവിടെയാണോ ഒളിക്കുന്നത് അവൻ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടുപിടിക്കും. സൂക്ഷിക്കുക. അങ്ങനെ പറഞ്ഞ് ഹോമത്തിലോട്ട് ചാരമാകും. സാധു അവർക്കൊരു മാല കൊടുത്ത്, ഇത് വളരെ ശക്തിയുള്ളൊരു മാലയാണ്. ഈ മാല ആര് ധരിക്കുന്നോ അവരെ ദുഷ്ട ആത്മാക്കൾക്ക് കാണാൻ കഴിയില്ല. അവർക്ക് ദിവ്യദൃഷ്ടി ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിൽ ഒരു മാല മാത്രമേ ഉള്ളൂ. ആ സാധു കൊടുത്ത മാല മകന്റെ കഴുത്തിൽ അണിയിച്ച് അവനോടെന്നും 3 ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. സാധു പറഞ്ഞ ദിവസം, പറഞ്ഞ മുഹൂർത്തം ഞങ്ങളുടെ വീടിനും ചുറ്റും സാധു തന്ന മാന്ത്രിക കയറും കൊണ്ട് വീടിനും ചുറ്റും വളച്ചിട്ടു. ഞങ്ങളുടെ ചെറുമകൻ ആ സമയത്ത് ചെറുതായിരുന്നു. ജബൽപൂരിലെ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു മങ്ക അമ്മായിനെ ഏൽപ്പിച്ച് എന്നും ഈ 3 ചോദ്യങ്ങൾ ചോദിച്ച് അവനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം. എന്നെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു ചോദ്യ ഉത്തരവും കാരണം അവനെ മനസ്സിലാവണം. അവനോട് പറയണം എന്തു തന്നെ വന്നാലും അവന്റെ കഴുത്തിൽ കിടക്കുന്ന ക്രിസ്റ്റൽ മാല ഒരിക്കലും ഊരരുതെന്ന്. പിന്നെ അധിക സമയം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പോകുന്നു. അതാരാണ്? മാതാപിതാക്കൾ ആരാണ്? അവന്റെ കയ്യിൽ എത്രയധികം സമ്പത്തുണ്ടെന്നും അവനോട് പറയരുത്. അതൊരിക്കലും അവൻ അറിയാൻ പാടില്ല. കൃത്യമായ സമയത്ത് തന്നെ അവന്റെ കയ്യിൽ സമ്പത്ത് എത്തിച്ചേരും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ദുഷ്ടശക്തികൾക്ക് ബലി കൊടുക്കാൻ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത് മരണമടയുമ്പോൾ അത് പ്രേതാത്മാക്കളായി ഇവിടെ അലിഞ്ഞു നടക്കും. അത് ഈ ഭൂമിയിൽ എന്നേക്കും അലിഞ്ഞു നടക്കും. ഒളിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ പേരക്കുട്ടിക്ക് നൽകുന്നതിന് വേണ്ടി ഈ ബംഗ്ലാവിൽ വരുന്ന എല്ലാവരോടും എൻ്റെ പേരക്കുട്ടിയെ അറിയുമോ എന്ന് ചോദിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ ആളുകൾ കാണാൻ വേണ്ടി
ഞാനത് ഭിത്തിയിൽ കണ്ണാടിയിൽ ഒളിപ്പിച്ചു. അത് മോഷ്ടിക്കാൻ വരുന്നവർ എന്റെ കൈകൊണ്ട് മരിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ കൊച്ചുമോനെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു പെൺകുട്ടിക്കേ സാധിക്കുകയുള്ളൂ. അത് ഇന്ദുവാണ്. ഇന്ദു, നീ ആ ക്രിസ്റ്റൽ മാല അണിയൂ. ഞാൻ പറയുന്നത് എന്താണോ അതുപോലെ തന്നെ നീ ചെയ്യണം. വരൂ, നമ്പു ഗുഹയിലോട്ട് പോവാം. അങ്ങനെ പറഞ്ഞ് അബ്ബുവിന്റെ കൂടെ കുതിരവണ്ടിയിൽ പോയി. നമ്പു ഗുഹയിലോട്ട് അവരെത്തി. അവൾ ക്രിസ്റ്റൽ മാല ധരിച്ച് ഗുഹയുടെ അടിയിലുണ്ടായിരുന്ന ഒരു ദ്വാരത്തിന്റെ അടിയിൽ പോയി വെള്ളത്തിലൂടെ നീന്തി കയറി റുമാലി മൂർത്തിയുടെ പിൻഭാഗത്തിലൂടെ അവൾ എത്തിയപ്പോ അവിടെ സിദ്ധുവിനെ തൂക്കിയിട്ടേക്കുകയായിരുന്നു. രാത്രി അവനെ ബലി കൊടുക്കാനായിട്ട് കപ്താസുരും കപാലിയും കാത്തിരിക്കുന്നു. ഇന്ദു റുമാലി മൂർത്തിയുടെ പുറകിൽ ഉണ്ടായിരുന്നൊരു വാലെടുത്ത് തിരിച്ചു പോന്നു. റുമാലിയുടെ വാല് പോയപ്പോഴേക്കും ഗുഹയുടെ അകത്ത് ഭൂകമ്പമുണ്ടായി. ആരോ ഗുഹയിൽ വന്നിട്ടുണ്ട്. അവര് നമ്മൾ ചെയ്യുന്ന ക്ഷുദ്രപൂജ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. രോമാലിയുടെ സേന ജാഗ്രതയായിരിക്കുക, അവരെ വിടരുത്. ഞാൻ എന്റെ മകനെ ബലി നൽകാൻ പോകുന്നത് ആരാണ് തടയുന്നത്? രണം രോമാലി സേന രണം. രഗണി പിശാച് രണം രണം. ആ ഗുഹയിൽ നിന്നും ഒരുപാട് പിശാചുകൾ ഇവരെ ആക്രമിക്കാൻ വരുന്നു. കാക്കി സുന്ദരം മാന്ത്രിക വടികൊണ്ട് അബുവിന്റെ ഇന്ദുവിന്റെ നാലും കൂടി നല്ല സുരക്ഷിതമായ രേഖ വരയ്ക്കും. അവരെ ആക്രമിക്കുന്ന ആ പിശാചുകളെ ഭസ്മമാക്കുന്നു. അവിടെ സിദ്ധുവിനെ റുമാലിക്ക് ബലി കൊടുക്കുന്ന സമയം ഞാൻ നീ അർപ്പിക്കുന്ന ബലി ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. എന്റെ അടുത്ത് ഇപ്പോൾ ഒട്ടും ശക്തിയില്ല. ദയവ് ചെയ്ത് പുറത്തു പോകൂ. റൊമാലിയുടെ സ്വർണ്ണവാലെടുക്കാൻ വേണ്ടി രണ്ടുപേരും ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി. ഞാൻ ചെയ്ത കാര്യം ഫലിച്ചു. എനിക്ക് അവരുടെ ഗുഹയിലോട്ട് പോവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ പുറത്തിറക്കിയത്. ഇവര് ഗുഹയിൽ മാത്രമാണ് ശക്തിശാലിയായിട്ടിരിക്കുന്നത്. ഗുഹ വിട്ട് പുറത്തോട്ട് വന്നാലേ ജുജുബി. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ തന്നെ ബലി കൊടുത്തില്ലേ? സ്വന്തം മകനെ ബലി കൊടുക്കാനായിട്ട് കാത്തിരുന്നോ? നിന്നെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കാൻ പാടില്ല. ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കൊല്ലാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ബലി കൊടുക്കുന്നതിന് മുമ്പ് അവർ മരിച്ചു കഴിഞ്ഞു. ഇന്ന് എന്നെ തടയാനാവില്ല വെറുതെ. കിളവിയോ? നീ എന്നെ കിളവിന്ന് വിളിച്ചോ? എനിക്കിഷ്ടല്ലാത്ത ഒരു വാക്കെന്തെന്നറിയാവോ നിനക്ക്? കിളവി. മര്യാദക്കെന്നെ കാക്കിയെന്ന് വിളിച്ചാൽ നിന്റെ ജീവൻ തിരിച്ചു നിനക്ക് കിട്ടും. കിളവി കിളവി എന്ന് നീ ഇനിയും വിളിച്ചാൽ നിന്റെ നാക്ക് പിഴുതെടുത്ത് ഞാൻ ഭസ്മമാക്കി കളയും. അവർ രണ്ടുപേരെ അവിടെ തന്നെ കൊന്നു. അവര് മരിച്ചതോടെ ഗുഹയിലുണ്ടായിരുന്ന രക്ഷസ് പോയി. റുമാലിയുടെ മൂർത്തിനെ കഷ്ണങ്ങളാക്കി എല്ലാ സ്വർണങ്ങളും ഒരു സഞ്ചിയിലാക്കി കൊണ്ടുപോയി. സ്വന്തം പേരക്കുട്ടീനെ ആത്മാവ് രൂപത്തിൽ കണ്ട മധുമതിക്കും പ്രാണാനന്ദനും ഭയങ്കര സന്തോഷമായി. നിനക്ക് വേണ്ടി 100 കിലോ സ്വർണം ആ മതിലിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർണം എടുത്ത് ഈ വീട്ടിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കൂ. അങ്ങനെ പറഞ്ഞ് കാറ്റത്ത് അപ്രത്യക്ഷമായി. അവന്റെ അച്ഛൻ ഗ്രാമപ്രധാനിന്റെ അച്ഛന് പണയത്തിന് വെച്ചിരുന്ന വീട് എല്ലാ പൈസയും കൊടുത്ത് തിരിച്ചെടുത്തു. ആ പ്രേതഭവനത്തിനെ ശരിയാക്കി. മന്ത്രവാദിനെ കാക്കി സഹായിച്ച കാര്യങ്ങൾ ഓർത്ത് വീട്ടിൽ കാക്കിയുടെ പടം വെച്ച് പ്രാർത്ഥിച്ച് കാക്കീനെ എന്നും ആലോചിക്കുകയായിരുന്നു. അബുവിനെ അവന്റെ വ്യാപാരത്തിൽ കൂട്ടാക്കി. രംഗനാഥന്റെ സമ്മതത്തോടെ ഇന്ദുവിനെ കല്യാണം കഴിച്ച് ഗ്രാമത്തിലെ പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ച് അവൻ ജീവിക്കാൻ തുടങ്ങി.